പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥയുടെ അങ്ങേയറ്റമാണ്. പാകിസ്ഥാൻ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു എന്ന പുതിയ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ദശലക്ഷക്കണക്കിന് പാകിസ്ഥാനുകളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ പോഷകാഹാര നിലയുടെ ഗുരുതരമായ ചിത്രം എടുത്തുകാട്ടേണ്ടതുണ്ട്. വസ്തുതകൾ രാജ്യത്തുടനീളമുള്ള പോഷകാഹാര പ്രതിസന്ധിയെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പോഷകാഹാരക്കുറവിന്റെ ഏറ്റവും ഉയർന്ന നിരക്കുമായി പാകിസ്ഥാൻ പിടിമുറുക്കുകയാണെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭക്ഷ്യ അരക്ഷിതാവസ്ഥ, ആരോഗ്യ സംരക്ഷണ ലഭ്യതക്കുറവ്, കാലാവസ്ഥ, പാരിസ്ഥിതിക വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഈ വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലെ പോഷകാഹാരക്കുറവ്, ഊർജ്ജം, പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയന്റുകൾ എന്നിവയുടെ കുറവ് മൂലമുള്ള പോഷകാഹാരക്കുറവ് മുതൽ അമിതഭാരം, പൊണ്ണത്തടി തുടങ്ങിയ പ്രശ്നങ്ങൾ വരെ തുടർച്ചയായി അവതരിപ്പിക്കുന്ന സങ്കീർണവും ബഹുമുഖവുമായ പ്രശ്നമാണ്. ദശാബ്ദമായി കുട്ടികളുടെ പോഷകാഹാരക്കുറവിൽ പാകിസ്ഥാൻ നിൽക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ സ്ഥിതിഗതികൾ വളരെ മോശമാണ് എന്നും വളർച്ചാ മുരടിപ്പും രാജ്യത്ത് വ്യാപകമാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. മുരടിപ്പ് എന്നാൽ ഒരു കുട്ടിക്ക് വേണ്ടത്ര ഭക്ഷണം ഇല്ലെന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഗർഭകാലത്ത് അമ്മമാർക്കിടയിൽ പോഷകാഹാരക്കുറവ് കുട്ടികളിൽ ഒരു മുരടിപ്പിലേക്ക് നയിക്കുന്ന പ്രധാന കാരണമാണ്. മാനുഷിക പ്രതിസന്ധികൾ സമൂഹങ്ങളുടെ പോഷകാഹാര നിലയിലെ സുസ്ഥിരമായ പുരോഗതിയുടെ സാക്ഷാത്കാരത്തെ ഗുരുതരമായി പരിമിതപ്പെടുത്തുകയും ബഹുമുഖമായ ദുർബലതയുടെ ഏറ്റവും തീവ്രമായ രൂപങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പോഷകാഹാര ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും ഒരു പ്രതിസന്ധിക്ക് മുമ്പും ശേഷവും യോജിച്ചതും സ്ഥിരതയുള്ളതുമായ ഒരു മൾട്ടി സെക്ടറൽ പ്രതികരണത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി ഫലപ്രദവും കാര്യക്ഷമവുമായ പോഷകാഹാര പ്രോഗ്രാമിംഗും ഏകോപനവും ആവശ്യമാണ്. മറ്റ് സാമൂഹിക സാമ്പത്തിക സൂചകങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും പോഷകാഹാരക്കുറവ് പോഷകാഹാര അടിയന്തരാവസ്ഥയിൽ തുടരുകയാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ദേശീയ അന്തർദേശീയ തൽപരകക്ഷികളുടെ പിന്തുണ വർദ്ധിപ്പിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാരിന്റെ നയ അജണ്ടയിൽ പോഷകാഹാരക്കുറവിന് മുൻഗണന നൽകാനും ദുർബലരായ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വിഭവങ്ങൾ സമാഹരിക്കാനും ഉടനടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ പോഷകാഹാരക്കുറവ് ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ദീർഘകാല വികസന പരിപാടികൾക്കും സംഭാവന നൽകാൻ അന്താരാഷ്ട്ര സംഘടനകളോടും ദാതാക്കളുടെ ഏജൻസികളോടും ഇത് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ അസമത്വം, സംഘർഷം, കാലാവസ്ഥാ പ്രതിസന്ധികൾ എന്നിവ കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കുട്ടികളുടെ ഭക്ഷണ ദാരിദ്ര്യത്തിന്റെ ഭയാനകമായ തലങ്ങൾ ഉയർത്തിക്കാട്ടുന്ന യുനിസെഫിന്റെ ഒരു റിപ്പോർട്ടും ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. 5 വയസ്സിന് താഴെയുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വികസന വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകപരവും വൈവിധ്യപൂർണവുമായ ഭക്ഷണക്രമം ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ശിശുഭക്ഷണ ദാരിദ്ര്യം അനുഭവിക്കുന്ന 181 ദശലക്ഷം കുട്ടികളിൽ ഏകദേശം 64 ദശലക്ഷം ദക്ഷിണേഷ്യയിലും 59 ദശലക്ഷം സബ് സഹറാൻ ആഫ്രിക്കയിലുമാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതിലുപരിയായി എല്ലാ കേസുകളിലും പകുതിയോളം വരുമാന ദാരിദ്ര്യം പ്രബലമായ വീടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും മറ്റു പല ഘടകങ്ങളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. കുട്ടികൾക്ക് പോഷകപ്രദവും സുരക്ഷിതവും ആക്സസ് ചെയ്യാവുന്നതുമായ ഓപ്ഷനുകൾ നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഭക്ഷണ സമ്പ്രദായങ്ങൾ, പോഷക സമൃദ്ധമായ ഭക്ഷണം വാങ്ങാനുള്ള കുടുംബങ്ങളുടെ കഴിവില്ലായ്മ, പോസിറ്റീവ് ശിശുഭക്ഷണ രീതികൾ സ്വീകരിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള മാതാപിതാക്കളുടെ കഴിവില്ലായ്മ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സൊമാലിയയിലെ പകുതിയിലധികം കുട്ടികളും സംഘർഷങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കുമിടയിൽ കുട്ടികളുടെ ഭക്ഷണ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ കൊച്ചുകുട്ടികൾക്ക് കൂടുതൽ പ്രാപ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യുനിസെഫ് അഭ്യർത്ഥിക്കുന്നത്. കുട്ടികളുടെ ഭക്ഷണ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് എല്ലാ സർക്കാരുകളോടും വികസന പങ്കാളികളോടും പ്രവർത്തിക്കാൻ യുനിസെഫ് ആവശ്യപ്പെടുന്നുണ്ട്. കുട്ടികളുടെ ഭക്ഷണ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് നയപരമായ അനിവാര്യതയായി സ്ഥാപിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പോഷകാഹാരക്കുറവിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്. ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതും പ്രധാനമാണ്. അതിലൂടെ അവർക്ക് അവരുടെ കുട്ടികളെ എങ്ങനെ പോറ്റണം എന്നതിനെക്കുറിച്ച് കുടുംബങ്ങളെ ഉപദേശിക്കാനും പിന്തുണയ്ക്കാനും കഴിയുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പാകിസ്ഥാനിലെ സ്ഥിതി അത്യന്തം ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് വലിയ പ്രതിസന്ധിയാണ് രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.